ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ എൻ്റെ 9 hour നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാം. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ട് പോയി ഫ്രഷായിട്ട് താഴേക്ക് വന്നു. താഴെ വന്നിട്ട് ഞാൻ കുറച്ച് നേരം ലോഞ്ചിലൊക്കെ ഇരുന്നു. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ലോഞ്ച്. നമ്മുടെ നാട്ടിലെ അതേ സെയിം വീടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ വന്നു. പാൽ തിളപ്പിക്കാൻ വെച്ചു ചായക്ക്. പിന്നെ പാൻ വെച്ചിട്ട് അതിൽ പറാത്തയും ആക്കി. പിന്നെ ഞാൻ ടോട്ടലാണ് ഇപ്പോൾ കഴിക്കുന്നത്. പറാത്ത ഞാൻ ആക്കി വെച്ചതാണ്. ഇതാണ് ഞാൻ ഇട്ട ചായ. നല്ല കടുപ്പത്തിൽ വേണം എനിക്ക് ചായ കുടിക്കാൻ. അപ്പം നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നു. ഞാൻ ചുക്കൊക്കെ ഇട്ടിട്ട് ആ ചായ ഉണ്ടാക്കിയ ചുക്കും ഏലക്കയൊക്കെ ഇട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ടോട്ടിലയും ബട്ടർ ചിക്കനും കഴിച്ചത്. ബട്ടർ ചിക്കൻ എപ്പോഴും ആക്കുന്ന എനിക്ക് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങി. കാരണം ഇന്ന് എനിക്ക് നൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് സമയം കളയാനില്ലായിരുന്നു. എന്നിട്ട് ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് റൈസും ചിക്കൻ കറിയും നാരങ്ങ വെളുത്തുള്ളി അച്ചാറുമാണ് കഴിച്ചത്. എന്നിട്ട് എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നു, ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ ഞാൻ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് അങ്ങനെ പുറത്ത് പോയിട്ട് വന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പോയി ഒന്നും കൂടെ മുഖമൊക്കെ കഴുകി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഞാൻ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഞാൻ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തെ റൂമിൽ ചേട്ടൻ്റെയും കൊച്ചിൻ്റെയും സൗണ്ട് കേൾക്കാം. കാരണം അവർ ഇടയ്ക്കിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു താരെ നിന്നിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ആ സൗണ്ടും കൂടെ കേൾക്കാൻ പറ്റുമെന്ന്. എന്നിട്ട് ഞാൻ കണ്ണ് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടു. അതിൻ്റെ ഇടയ്ക്ക് ലിപ്സ്റ്റിക്കും ഇട്ടു, കണ്ണെഴുതി, ഐബ്രോസും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടായിരുന്നു. അപ്പോൾ എനിക്കത് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. ഞാൻ ഇതൊരു ഫെയർനെസ് ക്രീം, ഇതിൻ്റെ സാഫ്രോണിൻ്റെ തന്നെയാണ് ഇടുന്നത്. ഞാൻ അതിനു മുമ്പായിട്ട് അലോവേര ജെല്ലിടും. ഹിമാലയയുടെ അലോവേര ജെല്ല് മോയ്സ്ചറൈസർ ജെല്ല് ഇട്ടിട്ട് ആണ് ഈ ക്രീം ഇടുന്നത്. ഈ ക്രീം ഇട്ടിട്ടാണ് ഞാൻ ഐബ്രോസും ഈ ഐലൈനറും പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നത്. ലിപ്സ്റ്റിക്ക് ഇതാണ് ഞാൻ ഇടുന്നത്. എനിക്ക് ഈ ഷെയ്ഡ് ആകുമ്പോൾ എൻ്റെ സ്കിൻ ടോണിന് പറ്റിയ ഷെയ്ഡ് എനിക്ക് ഇതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഇതേ യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ ആണെങ്കിൽ ഞാൻ ഈ ഒരു ഷെയ്ഡിൻ്റെ ആണ് ഇതിടുന്നത്. ബ്ലഷ് ഇടുന്നത്. ഞാൻ ലിക്വിഡ് ബ്ലഷും ഇടും, അല്ലാത്ത പൗഡറിൻ്റെ അണക്കത്തത് ഇടും. അപ്പോൾ ഇപ്പം ഞാൻ ലിക്വിഡാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ കവിളിലും കണ്ട മേളിലും മൂക്കിൻ്റെ തുമ്പിലൊക്കെ ഇത്തിരി ഇട്ട് കൊടുത്തു. കാരണം ഒന്നും ഒഴുങ്ങാതെ പോയി കഴിഞ്ഞാൽ ഈ നൈറ്റ് ഷിഫ്റ്റും കൂടെ അല്ലേ, രാവിലെ എണീക്കുമ്പോൾ രാവിലെ വരുമ്പോഴത്തേക്കും ഒരുമാതിരി ബോറായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഒരുങ്ങിയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഈ അമ്മച്ചിമാർ പറയും ഹായ് സുന്ദരിയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്കും കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഞാൻ തിരിച്ച് അവരെയും പറയും. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. മുഖത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്നും കൂടെ ഒരു ക്രീം ഇടും. അതും സാഫ്രോണിൻ്റെ ഒരു ക്രീമാണ്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്നതാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ള ക്രീം. അപ്പോൾ ഈ ക്രീം ഞാൻ ചെറുതായിട്ടൊന്ന് അതിൻ്റെ മുകളിൽ കൂടി ഇടും, ആ ബ്ലഷിൻ്റെയൊക്കെ. അപ്പോൾ തന്നെ ബ്ലഷ് പോവും ചെറുതായിട്ട്, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇതിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പൗഡർ ഇടും, ഇത്തിരി പൗഡറും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ അലോവേര ജെൽ ഒന്നും കൂടെ മുഖത്തിങ്ങനെ ഇടും. അപ്പോൾ പിന്നെ എനിക്ക് തന്നെ ഒരു മാറ്റ് ഫിനിഷ് പോലെ തോന്നും. ഈ ക്രീം ഞാൻ ഫുള്ള് മുഖത്തും കഴുത്തിലും എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യും. ഇതൊരു പിങ്ക് കളറാണ് ഈ ഒരു ക്രീമിന്. നല്ല ക്രീമാണ്, എനിക്ക് നല്ല ഇഷ്ടം. നമ്മുടെ സാഫ്രോണിൻ്റെ ഒക്കെ നല്ല മണവും ഒക്കെ ഉള്ളൊരു ക്രീമാണ്. ഇത് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല, നാട്ടിൽ മാത്രമേ എനിക്ക് ഈ ക്രീം കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് പാക്കറ്റ് കൊണ്ടുവന്നു ഇതിൻ്റെ. അപ്പോൾ ഇത് തീരുമ്പോൾ എനിക്ക് വീണ്ടും വാങ്ങിക്കണ്ടല്ലോ. അപ്പം മീൻസ് ഇപ്പം നാട്ടിൽ പോയാലും എനിക്ക് കിട്ടും. അപ്പോൾ ഇതാകുമ്പം എൻ്റെ കൈ കാണുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറേ കൊണ്ടുവന്നു. അപ്പോൾ ഇത് മുഖത്ത് ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഫുള്ള് അങ്ങനെ മിക്സ് ചെയ്ത് പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി, മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേനും എല്ലായിടത്തും കറക്റ്റാവും. അപ്പോൾ തന്നെ കണ്ടില്ലേ നല്ലൊരു ലുക്കാണ് വന്നത്. നമ്മൾ ഓവർ മേക്കപ്പും അല്ല, ഒരു നാച്ചുറൽ ലുക്കും കിട്ടും, എന്നാൽ മേക്കപ്പ് ഇടുകയും ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഈ ഫൗണ്ടേഷൻ അങ്ങനത്തെ ഒന്നും ഇടത്തില്ല. എന്നിട്ട് ഞാൻ പിന്നെ ചെറുതായിട്ടൊരു പൊട്ടും കുത്തി ഐലൈനർ വെച്ചിട്ട്, അപ്പം നല്ല രസമുണ്ട്. എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും ചെയ്തതില്ല, പിന്നെ മസ്കാരയും കൂടെ ചെയ്ത് ഐലാഷസും കൂടെ ഒന്ന് സെറ്റാക്കാമെന്ന്. അപ്പം ഞാൻ അങ്ങനെ മസ്കാര അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ 2 ഐലാഷസിൽ മേലും താരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ പോയിട്ട് ഹെയർ കെട്ടിയിട്ടോ, നമുക്ക് അയച്ചിട്ടാലൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കെട്ടിവെക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോണിറ്റെയിൽ കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മുടി പെട്ടെന്ന് കേളാവുന്നതൊക്കെ എനിക്ക് തോന്നും. ഇങ്ങനെ ഇവിടെ പോണിറ്റെയിൽ കെട്ടുമ്പം അവിടെ ഇങ്ങനെ ആ ഭാഗം മാത്രം ഒരുമാതിരിയാവും. ഞാൻ ഈ പെർഫ്യൂം അടിച്ചിട്ട് പോകുന്ന ദിവസം എൻ്റെ അവിടുത്തെ ഒരു റെസിഡൻറ്റ് ചോദിക്കും, നിന്നെ നല്ല മണമാണല്ലോ, നീ എന്താ അടിച്ച പെർഫ്യൂം ആണോ അതോ അല്ലാത്ത മണമാണോ എന്ന് ചോദിക്കും. അപ്പോഴത്തേന് ഞാൻ ഈ പെർഫ്യൂം കുറച്ചടിച്ചു. ഇതാണ് എൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക്. അപ്പോൾ എനിക്ക് ഈ യൂണിഫോം ഞാൻ ഓവർ സൈസ്ഡ് യൂണിഫോമാണ് ഇടുന്നത്. ഇത് പക്ഷേ എൻ്റെ വിൻ്ററിലെ യൂണിഫോമാണ്. സമ്മറിൽ ഞാൻ കൈവയിട്ടേക്കുക. അപ്പോൾ പിന്നെ ഞാൻ ഇതിട്ടു.
എന്നിട്ട് ഞാൻ താഴെ പോയി കുറച്ച് റൈസ് എടുത്ത് വെച്ചു. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കും. അപ്പോൾ എനിക്ക് രാത്രി വിശക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ റൈസും എടുത്തു, കുറച്ച് ബട്ടർ ചിക്കനും കൂടെ എടുത്ത് വെക്കും. അങ്ങനെ ഫുഡൊക്കെ പാക്ക് ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് വണ്ടി വരും, അപ്പോൾ ഞാനിപ്പോൾ പോകും. അങ്ങനെ ഞാൻ എൻ്റെ വണ്ടി കയറി. അപ്പോൾ ഈ റൗണ്ട് അബൌട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറുമ്പോഴത്തേനും എൻ്റെ ഹോമാവും. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് 2-3 മരങ്ങളും പിന്നെ അവിടെ വീടുകളും ഒക്കെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്ത കാണുന്നത് എൻ്റെ ഹോമാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തി. ഞാൻ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു ഗ്ലാസ് ബ്ലാക്ക് കോഫി കുടിച്ചു, പിന്നെ 2-3 വേഫേഴ്സും കഴിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കുവാണ് രാവിലെ ആവാൻ വേണ്ടി കാത്ത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.